സന്തോഷിക്കില്ല, സന്തോഷത്തിന്റെ അങ്ങനെ ഗായ്സ്, ബിഗ് ബോസിൽ ഇതാ വളരെ വലിയൊരു ടെസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിന് ഒരു കപ്പ് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് പോകുന്നതെന്ന്. അതായത് ബിഗ് ബോസിന് തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഈ കപ്പ് ജാസ്മിന് കൊടുക്കണമെന്ന്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. നമ്മുടെ സിബിനൊക്കെ വളരെയധികം കാര്യമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ ഒരു കപ്പ്, ജിൻഡോ ഒരിക്കലും കപ്പടിക്കില്ല, കാരണം ജിൻഡോക്ക് ഒരു കപ്പ് കൊടുക്കില്ല, അങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതാ വൺ ടെസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. ജിൻഡോക്കാണ് ഇവിടെ കപ്പ് ലഭിച്ചിട്ടുള്ളത്. അഥവാ 50 ലക്ഷം ജിൻഡോ അടിച്ചോണ്ട് പോയി എന്നുള്ളതാണ്. ഫസ്റ്റ് പ്രൈസ് ജിൻഡോയാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് അർജുനാണ്. നമ്മുടെ ജാസ്മിന് അവിടെയും കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ്. രണ്ടാം സ്ഥാനം പോലും നഷ്ടമായി എന്നുള്ളതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല കേട്ടോ, ഈ ലാസ്റ്റ് വെച്ചിട്ട് ഈ ഗബ്രി അവരങ്ങോട്ട് എഴുന്നള്ളിയല്ലോ, അതിന്റെ ഭാഗമായിട്ട് വോട്ടിൽ ഇച്ചിരി കുറഞ്ഞത് എനിക്ക് പേഴ്സണലായിട്ട് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം ഒട്ടുമിക്ക ആളുകളും, ഒട്ടുമിക്ക എന്നല്ല എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു എന്താ പറയുക കോംബോയാണ് ഗബ്രിയും ജാസ്മിനും. അവരെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് കലിപ്പാണ്. അപ്പോൾ ഈ ഒരു അവസാന ഘട്ടത്തിൽ ഗബ്രി അതിലേക്ക് ചെന്നതും ആളുകൾക്കൊക്കെ വീണ്ടും ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ആളുകൾക്കൊക്കെ വീണ്ടും എന്താ പറയുക വെറുപ്പ് വന്നു തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ വീണ്ടും ആ ഒരു വോട്ട് കുറഞ്ഞു എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. കാരണം ഈ അഭിഷേകിനും ഈ ജാസ്മിനും ഏകദേശം വലിയൊരു വ്യത്യാസമൊന്നുമില്ല വോട്ടിന്റെ കാര്യത്തിൽ. അപ്പോൾ രണ്ടാം സ്ഥാനം ഏതായാലും അർജുനാണ്, മൂന്നാം സ്ഥാനമാണ് നമ്മുടെ ജാസ്മിന് കിട്ടിയിട്ടുള്ളത്. ഏതായാലും അതെങ്കിലും കിട്ടിയല്ലോ. നാലാം സ്ഥാനം അഭിഷേകും, അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനം ഋഷിയുമാണ്. അപ്പൊ ഏതായാലും ജിൻഡോയുടെ വീട്ടുകാര് ജിൻഡോ കപ്പടിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. സന്തോഷിക്കില്ല, സന്തോഷത്തിന്റെ ഭാഗ്യം, ദൈവാനുഗ്രഹവും, അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു മോൻ ഇതില് പോയി ജയിച്ചു വന്നു പറഞ്ഞാൽ അമ്മമാർക്കൊക്കെ വളരെയേറെ അഭിമാനമുള്ള വേറെ സന്തോഷം തോന്നി. ഈ ജിൻഡോയെ ആരെങ്കിലും അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചായിട്ട് തോന്നിയോ ബിഗ് ബോസ് ഹൗസില്? അടിച്ചമർത്താനായിട്ട് പറഞ്ഞിട്ട് തോന്നി. പക്ഷെ അപ്പോഴും മത്സരമാണല്ലോ. മത്സരത്തില് എന്നെ ഓർക്കുമ്പോ ഒരാളെ അടിച്ചിരുത്തി താറ്റിയാലും അടുത്ത കയറാൻ പറ്റും. വളരെ സന്തോഷത്തിലാണ് ജിൻഡോയുടെ കുടുംബം അല്ലെ. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു കപ്പാണ്. കാരണം സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ജിൻഡോക്ക് കപ്പില്ല എന്നായിരുന്നു. പക്ഷേ വോട്ടും കാര്യങ്ങളൊക്കെ ജിൻഡോക്ക് തന്നെയാണ് കൂടുതൽ. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ജിൻഡോക്ക് കപ്പ് കിട്ടത്തില്ല, ജാസ്മിന് മാത്രമേ കപ്പ് കിട്ടത്തുള്ളൂ എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കരുതി പോയിരുന്ന ഇവർക്ക് പെട്ടെന്ന് എന്താ പറയുക ജിൻഡോ കപ്പടിച്ചെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സന്തോഷം തന്നെയാണ് അല്ലെ. കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് അവരുടേതൊക്കെ. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കപ്പാണ്. അപ്പൊ ഏതായാലും ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് കളിച്ചു വന്ന വ്യക്തിയാണല്ലേ. ആദ്യം ജാൻമണിയുമായിട്ടൊരു കൂട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒറ്റയ്ക്ക് സ്വന്തം എന്താ പറയാ കുറെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണെന്ന് കരുതി അദ്ദേഹം ഒറ്റയ്ക്ക് കളിച്ച് മുന്നിട്ട് വന്നൊരു വ്യക്തിയാണ്. ഏതൊരു കാര്യം പറയുമ്പോഴും മുഖത്തൊരു പുഞ്ചിരിയോട് കൂട്ടിയിട്ട് പറയുന്ന വ്യക്തിയാണ്. അതെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ സീസണിലെ കപ്പിന് അർഹൻ ജിൻഡോ തന്നെയായിരുന്നു. അത് ബിഗ് ബോസ് ജിൻഡോക്ക് തന്നെ നൽകിയിട്ടുണ്ട്. പല വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഇതുമായി സംബന്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ജാസ്മിനാണ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഇപ്പോൾ ജിൻഡോക്ക് തന്നെ കപ്പ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ഒരു ഊള പരിപാടിയല്ല എന്ന് അവർ തന്നെ തെളിയിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്.